ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ നിങ്ങളൊരു വാച്ച് ലവർ ആണെങ്കിൽ നമ്മളൊന്നൊരു പുതിയൊരു വാച്ച് അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ G-Shockന്റെ ഒരു വാച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാസിയോ G-Shock കുറേ പേര് അറിയായിരിക്കും. എനിക്ക് എൻ്റെ ഉള്ള വാച്ചുകൾ ഫുൾ കാസിയോൻ്റെ വാച്ചുകളാണ്, പിന്നെ സ്മാർട്ട് വാച്ചുകളാണ്. ഞാൻ ആക്ച്വലി ഒരു കാസിയോ ഫാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാസിയോൻ്റെ പല മോഡൽസുകൾ എൻ്റെ ഉണ്ട്. അധികം ഇപ്പോൾ G-Shockഉം എഡിഫിസാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി എഡിഫിസിൻ്റെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ G1608 എന്ന് പറഞ്ഞൊരു G സ്റ്റീലിൻ്റെ ഒരു മോഡൽ വരുന്ന ഒരു മോഡലാണിത്. ഇത് നമ്മൾ ആക്ച്വലി AJIO എന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോഴേ എനിക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡിൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ റിഡീം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ ചെറിയൊരു കൂപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് MRP ഡീറ്റെയിൽസ് ഒക്കെ 16,495 ആണ് ഇതിൻ്റെ MRP പ്രൈസ്. ഈ പ്രൈസിൽ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾ ഷോറൂമിൽ പോയാലൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. G-Shockൽ അങ്ങനെ അങ്ങോട്ട് ഓഫറും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ നോർമലി ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, AJIO ഈ 4 നിന്നും വാങ്ങിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇവർ മൂന്നെണ്ണത്തിലും ഇവരുടെ സെല്ലർമാരെ നോക്കിയിട്ട് നമുക്ക് ഒഫീഷ്യൽ ഓതറൈസ് സെല്ലർമാരെ അറിയാൻ പറ്റും. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കാസിയോൻ്റെ ഓതറൈസ് സെല്ലർ എന്ന് പറഞ്ഞിട്ട് 3-4 എല്ലാ ഓൺലൈൻ സൈറ്റുകളുടെയും ലിസ്റ്റ് ഉണ്ടായിരിക്കും. 3-4 എല്ലാവർക്കും ഉണ്ട്. അതാണോ സെല്ലർ എന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം. എനിക്ക് അങ്ങനെ നോക്കി ഓർഡർ ചെയ്തിട്ട് ഇതുവരെയായിട്ട് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ഫ്രഷ് സാധനം, ഒറിജിനൽ സാധനം തന്നെ വന്നുള്ളൂ. നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഞാനിത് AJIO കൂടെ ഓർഡർ ചെയ്തതാണ്. ഇത് GM700G എന്ന് പറഞ്ഞൊരു സീരീസാണ്. ഇതിൽ ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ പോകുന്ന കാര്യമായിട്ടൊന്നും ഇല്ല. അതിപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കിതൊരു നിങ്ങൾക്ക് സാധാരണ അറിയാവുന്ന ഒരു കാസിയോൻ്റെ ഒരു കട്ട ഇടിക്കാൻ പോലത്തെ ബുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഇയർ വാറണ്ടി. നമ്മളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2.5 ഇയർ വാറണ്ടി കിട്ടും. അപ്പോൾ അതിൻ്റെ വാറണ്ടി കാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു G-Shockൻ്റെ ഇൻ്റർനാഷണൽ വാറണ്ടിയുടെ ബുക്ക്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ അതിലിരിക്കുന്നുണ്ട്. പിന്നെ ടാഗുകൾ 2 ടാഗുകളുണ്ട്. പിന്നെ ഇത് ഈ ഒരു മോഡലിൻ്റെ എന്താ പറയുക സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ടാഗ് വാച്ച് അറ്റാച്ച്ഡ് ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ പ്രൈസിങ് ലിസ്റ്റ്, ഇതാണ് അതിൻ്റെ ടാഗ് വരുന്നുണ്ടോ, G1608 ഉണ്ടോ, 16,495 രൂപ ഇതാണ്. പിന്നെ നമുക്ക് കേസാണ്, അത് ഞാൻ G-Shockൻ്റെ കേസ് നോർമലി നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതാണ് സംഭവം. ഇപ്പോഴത്തെ കേസുകളൊക്കെ ഇങ്ങനത്തെ ഒരു വൈറ്റ് പെയിൻറ്റ് വെതറേ പോലത്തെ ഒരു ഡിസൈൻ ആട്ടോ. പണ്ടത്തെ ഫുള്ളി ബ്ലാക്കുള്ള മോഡലൊക്കെ നിർത്തി. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫുള്ളി ബ്ലാക്ക് മോഡൽ കിട്ടുകയാണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ശ്രദ്ധിക്കാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സുഖമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അവരുടെ വാറണ്ടി രജിസ്ട്രേഷൻ ടൈമിൽ ചെക്ക് ചെയ്യാൻ പറ്റും സുഖമായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ വെച്ച് വയ്ക്കാം. ഞാൻ വാച്ച് കാണിച്ചു തരാം. ഞാൻ ടൈമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വാച്ച് വരുന്നത്. 53.5 mm ആണ് ഇതിൻ്റെ കേസ് സൈസിൻ്റെ ഡയമീറ്റർ സൈസൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളി ഗോൾഡ് കളറാണ്. ഇതിൻ്റെ ഒരു സിൽവർ മോഡൽ അവൈലബിൾ ആണ്. ഒരു വൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അടുത്ത് കാണുന്നവർക്ക് കാണാം. ഞാൻ വേണമെങ്കിൽ ഇത് കെട്ടി കാണിച്ചു തരാം. അത് വലിയ കയ്യുള്ളവർക്ക് പറ്റുള്ളൂ. എനിക്ക് ആക്ച്വലി വലിയ വാച്ചുകളാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് കാലമായി നമ്മുടെ ഗോൾഡൻ കളർ G സ്റ്റീൽ മോഡൽ G-Shock വാങ്ങിക്കാൻ കുറച്ച് കാലമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ഓഫറും കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ കാർഡിൽ അത്യാവശ്യം പോയിൻറ്റ്സും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് വാങ്ങിക്കാൻ കാരണം. ഇതാണ് ലുക്ക് വരെ, കണ്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഫഷണൽ യൂസിന് വരെ യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു G-Shock. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതൊരു ഷോർട്ട് കുട്ടി വീഡിയോ. G-Shockൻ്റെ വാച്ചുകൾ വാങ്ങിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് കിട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേയൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. എസ്പെഷ്യലി ഇങ്ങനത്തെ പുതിയ ഒരു 10,000 രൂപയുടെ മോഡൽ, അല്ലെങ്കിൽ 15,000 മുകളിലുള്ള G-Shock വാച്ചുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ട ഓൾമോസ്റ്റ് ഒക്കെ മനസ്സിലാകാൻ പറ്റും. അത് വേറെ കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ G സ്റ്റീൽ മോഡലും മഡ് മാസ്റ്ററൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോൾ റീസെൻ്റ് ഒരു മഡ് മാസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട് ഓൺലൈൻ തന്നെ. ഞാൻ നോർമലി ഫ്ലിപ്കാർട്ടാണ് മെയിൻലി വാങ്ങിക്കാറ്. ഫ്ലിപ്കാർട്ടിലാണ് അത്യാവശ്യം നല്ല ഡീൽ വരാറ്. ആമസോൺ കുറവാണ്. ഇപ്പോൾ ഞാൻ എഡിഫിസ് വാച്ച് ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എഡിഫിസ് ഇത് ആക്ച്വലി ആമസോണാണ് വാങ്ങിച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിൽ ഓഫറൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കസ്റ്റമർ കെയർ കാര്യമൊന്നുമില്ല പണ്ടത്തെ പോലെ തന്നെ. പക്ഷേ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി വന്നതിന് ശേഷം അങ്ങനെ ഒരു ഫ്രോഡ് പരിപാടി നടക്കുന്നില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഓപ്പൺ ബോക്സിൽ എല്ലാ സംഭവം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കാറുള്ളൂ. അത് ഓണാക്കിയിട്ട് എല്ലാ പരിപാടിയും ചെയ്തിട്ട് നോക്കും. ചുമ്മാ നോക്കിയിട്ടൊന്നുമല്ല, എല്ലാ പരിപാടിയും ചെയ്ത് നോക്കിയിട്ടാണ് കൊടുക്കാറുള്ളൂ. OTP പോരാത്തിന് നമുക്ക് ഇവിടെ വരുന്ന പയ്യൻ അറിയണതുമാണ്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. അല്ലാത്ത പക്ഷം ഫ്ലിപ്കാർട്ടിനെ വിശ്വസിക്കാൻ പണ്ട് ഇപ്പം എന്ന് വെച്ചാൽ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ അവരുടെ ചുമ്മാ പേര് മാത്രമേ ഉള്ളൂ. അത് സാധനം പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടാണ്. അതാണ് ഇപ്പോൾ ആമസോണും കണക്കാണ്. അവരുടെ കസ്റ്റമർ കെയറൊക്കെ ഫുൾ ബോട്ട് മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്കെല്ലാം കണക്കാ. പിന്നെയും ഭേദമെന്ന് മാത്രം ഫ്ലിപ്കാർട്ടിനോട് കുറച്ചുകൂടി ഭേദമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ കസ്റ്റമർ കെയർ സപ്പോർട്ടൊന്നും ഇല്ല ആമസോണും, അതെടുത്ത് പറയണമല്ലോ. പക്ഷേ ഓഫറും സംഭവമൊക്കെ കൂടുതൽ വരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതാണ് ഒരു പ്രശ്നം. അതുപോലെ പ്രൊഡക്ട്സും കൂടുതലും ഫ്ലിപ്കാർട്ടിലാണ്. ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി മിക്ക എല്ലാ പ്രൊഡക്ട്സിനും ഇപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ഉണ്ട്. അതും ഫാഷൻ ഐറ്റംസ്. ഈ വാച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് റിട്ടേണബിളാണ്.
അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ഫ്ലിപ്കാർട്ടിന് ചെയ്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പൺ ബോക്സ് സെലറുള്ളതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയാൽ മതി. ഓപ്പൺ ബോക്സിൻ്റെ സമയത്ത് ചുമ്മാ സാധനം തന്നെയാണോ എന്നല്ല നോക്കേണ്ടത്, വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാ സംഭവം നോക്കണം. എന്ന് വെച്ചാൽ ഉമ്മാർ ഈ ഓപ്പൺ ബോക്സ് പേരും പറഞ്ഞിട്ട് കുറേ എണ്ണം റീപ്ലേസ് കിട്ടാണ്ട് കുറേ ഉടായ്പ ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ട്. അപ്പോൾ അത് ഫുള്ള് നോക്കിയിട്ട് OTP കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ഇതേപോലെ നല്ല നല്ല കിടിലൻ ഡീലിൽ പുതിയ സാധനം കിട്ടും. അതൊരു എടുത്ത് വരേണ്ട സാധനം തന്നെ ഫ്ലിപ്കാർട്ടിന്. പക്ഷേ ഉടായ്പിൻ്റെ ആശയം പറയണത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പിയാടന്ന് വലിച്ചു കിട്ടുന്നില്ല, 5 മിനിറ്റായി. അടുത്ത കാണാം. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് പഠിക്കാനും മറക്കണ്ട കേട്ടോ.